മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിലെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട റയർ ഫാക്ട്സ് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1 പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1917 ആരാണ് മംഗള ശ്ലോകങ്ങൾ രചിച്ചത്? ആൻസർ ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ. 1917 മംഗളശ്ലോകങ്ങൾ രചിച്ചത് വാഗ്ഭടാനന്ദനാണ്. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധുപുലയൻ എന്ന് പാടിയത് ആരാണ്? കുമാരനാശാൻ. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധുപുലയൻ എന്ന് പാടിയത് കുമാരനാശാനാണ്. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യാവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷീശ്വര ഭാരതത്തിന്റെ സന്ദേശമാണത് എന്ന് പറഞ്ഞത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യാവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷീശ്വര ഭാരതത്തിന്റെ സന്ദേശമാണിത്. ഇത് പറഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. അമൃതവാണി മാസിക ആരംഭിച്ചത്? ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമികളാണ് അമൃതവാണി മാസിക ആരംഭിച്ചത്. സിദ്ധാനുഭൂതിയുടെ കർത്താവ്? ബ്രഹ്മാനന്ദ ശിവയോഗി. സിദ്ധാനുഭൂതിയുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. അമൃതവാണി മാസിക ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ് ആരംഭിച്ചത്. 1937 സി കേശവന് നൽകിയ സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ 51 ലക്ഷം ജനങ്ങൾക്കു വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രസംഗിച്ചതിന് തിരുവിതാംകൂർ അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന നേതാവ്? TM വർഗീസ്. 1937 സി കേശവന് നൽകിയ സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ 51 ലക്ഷം ജനങ്ങൾക്കു വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രസംഗിച്ചതിന് തിരുവിതാംകൂർ അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന നേതാവാണ് TM വർഗീസ്. നവോത്ഥാന നായകന്മാരുടെ ജന്മഗൃഹങ്ങൾ PSC പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ നമുക്കത് പഠിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹമാണ് വയൽവാരം വീട്. ശ്രീനാരായണ ഗുരു വയൽവാരം വീട്. ഡോക്ടർ പൽപ്പു നെടുങ്കോട്ട് വീട്. ഡോക്ടർ പൽപ്പു നെടുങ്കോട്ട് വീട്. മന്നത്ത് പത്മനാഭൻ മന്നത്ത് വീട്. മന്നത്ത് പത്മനാഭൻ മന്നത്ത് വീട്. ചട്ടമ്പി സ്വാമികൾ ഉള്ളൂർക്കോട് ഭവനം. ചട്ടമ്പി സ്വാമികൾ ഉള്ളൂർക്കോട് ഭവനം വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടിമാളുവമ്മ ആനക്കര വടക്കത്ത്. കുട്ടിമാളുവമ്മ ആനക്കര വടക്കത്ത്. കെ രാമകൃഷ്ണപിള്ള കൂടില്ല വീട്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. കെ രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്. VT ഭട്ടതിരിപ്പാടിന്റെ ജന്മഗൃഹമാണ് താഴത്തുമന. VT ഭട്ടതിരിപ്പാടിന്റെ ജന്മഗൃഹം ഏതാണ്? താഴത്തുമന. EMSന്റെ ജന്മഗൃഹമാണ് ഏലംകുളമ്മന. EMSന്റെ ജന്മഗൃഹമാണ് ഏലംകുളമ്മന. സംഭവങ്ങളും ജില്ലകളും വർഷങ്ങളും നോക്കാം. ആറ്റിങ്ങൽ കലാപം ഏത് ജില്ലയിലായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. നെടുമങ്ങാട് ചന്തലഹള തിരുവനന്തപുരത്ത് തന്നെയാണ് നടന്നത്. വർഷം 1912. ആറ്റിങ്ങൽ കലാപം 1721. നെടുമങ്ങാട് ചന്തലഹള എന്നാണ്? 1912. ഈ 12 ഇവിടെ ഓർക്കണം. ആറ്റിങ്ങൽ കലാപം 21-ലും നെടുമങ്ങാട് ചന്തലഹള 1912-ലുമാണ്. 90-ാം ആണ്ട് ലഹള തിരുവനന്തപുരത്താണ് നടന്നത്. വർഷം 1915 90-ാം ആണ്ട് ലഹള നടന്നത്. നെയ്യാറ്റിൻകര വെടിവയ്പ്, രാജധാനി മാർച്ച്, കല്ലറ പാങ്ങോട് സമരം എന്നിവ നടന്ന വർഷം 1938 തിരുവനന്തപുരത്താണ് നടന്നത്. 1938 നടന്ന സംഭവങ്ങളാണ് നെയ്യാറ്റിൻകര വെടിവയ്പ്, രാജധാനി മാർച്ച്, കല്ലറ പാങ്ങോട് സമരം. ഈ ചാലലഹള നടന്നത് തിരുവനന്തപുരത്താണ്. 1908 ചാലലഹള നടന്നത്. ചാലലഹള വർഷം 1908 തിരുവനന്തപുരത്താണ് നടന്നത്. കല്ലുമാല സമരം എന്നാണ്? 1915 കൊല്ലത്ത് നടന്നതാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം കൊല്ലം 1915. ഈ കടയ്ക്കൽ സമരം നടന്നത് 1938 കടയ്ക്കൽ സമരം നടന്നത്. കൊല്ലത്ത് തന്നെയാണ് നടന്നത്. കടയ്ക്കൽ സമരം കൊല്ലം 1938. ശൂരനാട് സംഭവം നടന്നത് കൊല്ലത്താണ്. വർഷം 1949. ശൂരനാട് സംഭവം
കൊല്ലത്ത് നടന്നു 1949. പുന്നപ്ര വയലാർ സമരം നടന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. വർഷം 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. വൈക്കം സത്യാഗ്രഹം കോട്ടയം ജില്ലയിലായിരുന്നു. വർഷം 1924. വൈക്കം സത്യാഗ്രഹം കോട്ടയം ജില്ലയിലാണ് നടന്നത്. 1924-25 കാലഘട്ടത്തിലായിരുന്നു നടന്നത്. ഉദയംപേരൂർ സുനഹദോസ് എന്നായിരുന്നു. 1599 ഉദയംപേരൂർ സുനഹദോസ് നടന്നത്. എവിടെയായിരുന്നു? എറണാകുളത്തായിരുന്നു. ഉദയംപേരൂർ സുനഹദോസ് എറണാകുളം ജില്ലയിലായിരുന്നു 1599. കൂനൻകുരിശ് പ്രതിജ്ഞ എറണാകുളത്ത് തന്നെയായിരുന്നു. വർഷം 1653 കൂനൻകുരിശ് പ്രതിജ്ഞ. കൂനൻകുരിശ് പ്രതിജ്ഞ വർഷം 1653 എറണാകുളം ജില്ലയിൽ. പാലിയം സത്യാഗ്രഹം എറണാകുളത്തായിരുന്നു. 1947-48 കാലഘട്ടത്തിലായിരുന്നു പാലിയം സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം തൃശ്ശൂർ ജില്ലയിലാണ്. 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. വൈദ്യുതി സമരം എവിടെയായിരുന്നു? തൃശ്ശൂർ ജില്ലയിലാണ്. 1936 വൈദ്യുതി സമരം. വൈദ്യുതി സമരം 1936 തൃശ്ശൂർ ജില്ലയിൽ. കുട്ടംകുളം സത്യാഗ്രഹം നടന്നതും തൃശ്ശൂർ ജില്ലയിലാണ്. 1946 കുട്ടംകുളം സത്യാഗ്രഹം തൃശ്ശൂർ ജില്ലയിലാണ്. വർഷം 1946. കൽപ്പാത്തി സമരം പാലക്കാട് ജില്ലയിലാണ്. 1924 കൽപ്പാത്തി സമരം നടന്നത്. ഓർത്തു വയ്ക്കുക, കൽപ്പാത്തി സമരം വർഷം 1924. ഈ തളിക്ഷേത്ര സമരം എന്നാണ് നടന്നത്? 1917 തളിക്ഷേത്ര സമരം നടന്നത്. കോഴിക്കോട് ജില്ലയിലായിരുന്നു. തളിക്ഷേത്ര സമരം 1917 കോഴിക്കോട് ജില്ല. മൊറാഴ സമരം നടന്നത് ഏത് ജില്ലയിലായിരുന്നു? കണ്ണൂർ ജില്ലയിലായിരുന്നു മൊറാഴ സമരം. 1940 മൊറാഴ സമരം നടന്നത്. 1940. കരിവെള്ളൂർ സമരം കണ്ണൂർ. നമ്മൾ കരി എഴുതുന്നത് കണ്ണിലാണ്, അപ്പോൾ അതങ്ങനെ ഓർക്കാം. 1946 കരിവെള്ളൂർ സമരം നടന്നത്. കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലാണ്. കയ്യൂർ സമരം കാസർഗോഡ് ജില്ല. വർഷം 1941. കയ്യൂർ സമരം കാസർഗോഡ് ജില്ല. വർഷം 1941. ഈ തോൾവിറക് സമരം എന്നാണ്? കാസർഗോഡാണ് തോൾവിറക് സമരം. വർഷം 1946 തോൾവിറക് സമരം. ഏത് സ്ഥലം ആസ്ഥാനമാക്കിയാണ് മക്തി തങ്ങൾ മുഹമ്മദീയ സഭ എന്ന സാംസ്കാരിക സമിതി സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി കണ്ണൂർ. ഏത് സ്ഥലം ആസ്ഥാനമാക്കിയാണ് മക്തി തങ്ങൾ മുഹമ്മദീയ സഭ എന്ന സാംസ്കാരിക സമിതി സ്ഥാപിച്ചത്? കണ്ണൂർ. അപ്പോൾ മുഹമ്മദീയ സഭ എന്ന സാംസ്കാരിക സമിതി ആരംഭിച്ചതാരാണ്? മക്തി തങ്ങളാണ്. സ്ഥലം എവിടെയാണ്? കണ്ണൂർ. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് ജയിലിലടയ്ക്കപ്പെട്ട സി കേശവൻ മോചിതനായ വർഷം? 1937. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് ജയിലടയ്ക്കപ്പെട്ട സി കേശവൻ മോചിതനായ വർഷം 1937. വനിതകളുടെ നേതൃത്വത്തിൽ മലയാളത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ പ്രസിദ്ധീകരണം? ശാരദ. വനിതകളുടെ നേതൃത്വത്തിൽ മലയാളത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ പ്രസിദ്ധീകരണമാണ് ശാരദ. 1913 ആത്മപോഷണിയുടെ പത്രാധിപരായത്? ബി രാമകൃഷ്ണപിള്ള. 1913 ആത്മപോഷണിയുടെ പത്രാധിപരായത് ബി രാമകൃഷ്ണപിള്ള. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്? കൃഷ്ണസ്വാമി റാവു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് കൃഷ്ണസ്വാമി റാവു. ഹൃദയാങ്കുരം എന്ന പുസ്തകം രചിച്ചത്? ഹൃദയാങ്കുരം എന്ന പുസ്തകം രചിച്ചത് ബോധേശ്വരനാണ്. ബോധേശ്വരനാണ് ഹൃദയാങ്കുരം എന്ന പുസ്തകം രചിച്ചത്. ആത്മകഥകൾ നോക്കാം. കണ്ണീരും കിനാവും. BT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. കനലരിയും കാലം. കൂത്താട്ടുകുളം മേരി. കനലരിയും കാലം ആരുടേതാണ്? കൂത്താട്ടുകുളം മേരി. ആത്മകഥ അന്നാചാണ്ടിയുടേതാണ് ആത്മകഥ. ജീവിത സമരം സി കേശവൻ. ജീവിത സമരം സി കേശവൻ.
കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ. കഴിഞ്ഞ കാലം ആരുടേതാണ്? കെ പി കേശവമേനോൻ. എൻ്റെ ജീവിതകഥ എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. ആ പേരിൽ തന്നെയുണ്ട് എ കെ ജി, എൻ്റെ ജീവിതകഥ. ഒന്നുകൂടി നോക്കാം. കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട്, എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ, ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ, ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം, കനലരിയും കാലം കൂത്താട്ടുകുളം മേരി, ആത്മകഥ അന്നാചാണ്ടി, ജീവിത സമരം സി കേശവൻ, കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ, എൻ്റെ ജീവിതകഥ എ കെ ജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണാഭരണം ഊരി നൽകിയതിലൂടെ പ്രശസ്തയായത്? കൗമുദി ടീച്ചർ. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണാഭരണം ഊരി നൽകിയതിലൂടെ പ്രശസ്തയായത് കൗമുദി ടീച്ചർ. ഗാന്ധിജിയെ വക്ക മൗലവി ആദ്യമായി കണ്ടുമുട്ടിയ വർഷം? 1925 ഗാന്ധിജിയെ വക്ക മൗലവി ആദ്യമായി കണ്ടുമുട്ടിയത്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന് ചോദിച്ചതാര്? വക്കം മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന് ചോദിച്ചത്. ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട നേതാവ്? സി കേശവൻ. ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട നേതാവ് സി കേശവൻ. ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം രചിച്ചത്? പ്രൊഫസർ എം കെ സാനു. ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം രചിച്ചത് പ്രൊഫസർ എം കെ സാനു. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത്? ആഗമാനന്ദ സ്വാമികൾ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതാരാണ്? ആഗമാനന്ദ സ്വാമികൾ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം. എൻ്റെ കാശിയാത്ര രചിച്ചതാരാണ്? തൈക്കാഡയാണ്. എൻ്റെ കാശിയാത്ര പഴനി വൈഭവം രചിച്ചത് തൈക്കാഡയാണ്. എൻ്റെ കാശിയാത്രയും പഴനി വൈഭവവും രചിച്ചതാരാണ്? തൈക്കാഡയ. എൻ്റെ നാടുകടത്തൽ, വൃത്താന്ത പത്രപ്രവർത്തനം, മോഹൻദാസ് ഗാന്ധി എന്നിവ രചിച്ചത് കെ രാമകൃഷ്ണപിള്ളയാണ്. എൻ്റെ നാടുകടത്തൽ, വൃത്താന്ത പത്രപ്രവർത്തനം, മോഹൻദാസ് ഗാന്ധി ഇവ രചിച്ചതാരാണ്? കെ രാമകൃഷ്ണപിള്ള. കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം ഇന്നലെ, ഇന്ന്, നാളെ, നമ്മുടെ ഭാഷ ഇവ രചിച്ചത് EMS ആണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം ഇന്നലെ, ഇന്ന്, നാളെ, നമ്മുടെ ഭാഷ ഇവ രചിച്ചതാരാണ്? EMS ആണ്. ആദിഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത്. പാട്ടബാക്കി. പാട്ടബാക്കി ആരാണ് രചിച്ചത്? കെ ദാമോദരനാണ്. പാട്ടബാക്കി രചിച്ചത് കെ ദാമോദരൻ. അടിമകൾ എങ്ങനെ ഉടമകളായി? വിഷ്ണു ഭാരതീയൻ രചിച്ചതാണ് അടിമകൾ എങ്ങനെ ഉടമകളായി. ഞാനൊരു പുതിയ ലോകം കണ്ടു, മണ്ണിനു വേണ്ടി ഇവ രചിച്ചത് AKG ആണ്. AK ഗോപാലനാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു, മണ്ണിനു വേണ്ടി ഇവ രചിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു പുതിയ ലോകം കണ്ടു, മണ്ണിനു വേണ്ടി ഇവ രചിച്ചത് ആരാണ്? AKG ആണ്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും ആരാണ് രചിച്ചത്? മക്തി തങ്ങളുടേതാണ്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും മക്തി തങ്ങൾ. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും രചിച്ചത് PK ബാലകൃഷ്ണൻ. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും രചിച്ചത് PK ബാലകൃഷ്ണൻ. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ രചിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ രചിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു. സ്ത്രോതമന്ദാരം, ലളിതോപഹാരം കിളിപ്പാട്ട്, ജാതിക്കുമ്മി, ഉദ്യാനവിരുന്ന്, ബാലകലേശം, സമാധി സപ്തകം ഇവ രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. സ്തോത്രമന്ദാരം, ലളിതോപഹാരം കിളിപ്പാട്ട്, ജാതിക്കുമ്മി, ഉദ്യാനവിരുന്ന്, ബാലകലേശം, സമാധി സപ്തകം ഇവ രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ബിലാത്ത് വിശേഷം, നവഭാരത ശില്പികൾ, യേശുദേവൻ, മഹാത്മാഗാന്ധി ഇവ രചിച്ചത് KP കേശവമേനോനാണ്. ബിലാത്ത് വിശേഷം, നവഭാരത ശില്പികൾ, യേശുദേവൻ, മഹാത്മാഗാന്ധി ഇവ രചിച്ചതാരാണ്? KP കേശവമേനോൻ. ആനന്ദ ഗുരുഗീത, മോക്ഷപ്രദീപം ഇവ രചിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ ഗുരുഗീത, മോക്ഷപ്രദീപം ഇവ രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാ ലേഖമാല രചിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ ലേഖമാല, ഗാന്ധിജിയും ശാസ്ത്രാഖ്യ വ്യാഖ്യാനവും വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ ലേഖമാല,
ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും രചിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓർത്തുവയ്ക്കുക. സാരഞ്ജിനി പരിണയം രചിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം ഇവ ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം രചിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ്, ഇന്ത്യൻ കോൺഗ്രസ്മെൻ ഇവ രചിച്ചത് GP പിള്ളയാണ്. റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ്, ഇന്ത്യൻ കോൺഗ്രസ്മെൻ ഇവ രചിച്ചതാരാണ്? GP പിള്ള. മുസ്ലിങ്ങളും രാജഭക്തിയും, പരോപകാരി, ഞാൻ തന്നെ ഇവ രചിച്ചതാരാണ്? മക്തി തങ്ങളാണ്. മുസ്ലിങ്ങളും രാജഭക്തിയും, പരോപകാരി, ഞാൻ തന്നെ ഇവ രചിച്ചതാരാണ്? മക്തി തങ്ങൾ. 1114 കഥ ഇത് രചിച്ചതാരാണ്? അക്കാമ ചെറിയാൻ. 1114 കഥ രചിച്ചത് അക്കാമ ചെറിയാൻ. അക്കങ്ങളുള്ളത് രചിച്ചതാരാണ്? അക്കാമ ചെറിയാൻ. 1114 കഥ അത് രചിച്ചത് അക്കാമ ചെറിയാൻ. ഇത് ഓർത്തു വയ്ക്കാം. അക്കം ഇത് 1114 കഥ അക്കാമ ചെറിയാൻ. എൻ്റെ ജയിൽ ജീവിതം TK മാധവൻ രചിച്ചതാണ്. എൻ്റെ ജയിൽ ജീവിതം TK മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1901 ഉപാധ്യായൻ മാസിക തുടങ്ങിയത് ആരാണ്? K രാമകൃഷ്ണപിള്ള. ഉപാധ്യായൻ എന്ന മാസിക തുടങ്ങിയത് K രാമകൃഷ്ണപിള്ളയാണ് 1901. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ പ്രസിദ്ധീകരണം? ആൻസർ ദീപികയാണ്. ദീപികയിലാണ് ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത്. എല്ലാറ്റിനെയും യുക്തി കൊണ്ട് അളക്കണം, യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത്, ശരീരം തന്നെയാണ് ക്ഷേത്രം, ദൈവം നമ്മിൽ തന്നെയാണ്, അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല ഇത് ആരുടെ വാക്കുകളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ്. എല്ലാറ്റിനെയും യുക്തി കൊണ്ട് അളക്കണം, യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത്, ശരീരം തന്നെയാണ് ക്ഷേത്രം, ദൈവം നമ്മിൽ തന്നെയാണ്, അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല ഇത് ആരുടെ വാക്കുകളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത്? ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത്. എവിടെ വച്ചാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത്? ആലുവയിൽ വച്ചാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്? ആൻസർ T രാമറാവു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ആരാണ്? T രാമറാവു. CV രാമൻപിള്ളയുടെ ധർമ്മരാജയ്ക്ക് നിരൂപണം എഴുതിയത്? CV രാമൻപിള്ളയുടെ ധർമ്മരാജയ്ക്ക് നിരൂപണം എഴുതിയത് K രാമകൃഷ്ണപിള്ളയാണ്. K രാമകൃഷ്ണപിള്ളയാണ് CV രാമൻപിള്ളയുടെ ധർമ്മരാജയ്ക്ക് നിരൂപണം എഴുതിയത്. ഭൂതവും ഭാവിയും ആരുടെ രചനയാണ്? KP കേശവമേനോൻ. ഭൂതവും ഭാവിയും KP കേശവമേനോന്റെ രചനയാണ്. 2 മാസം പ്രായമുള്ള കുട്ടിയുമായി AV കുട്ടിമാളു അമ്മ പങ്കെടുത്ത സമരമേത്? സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനം. 2 മാസം പ്രായമുള്ള കുട്ടിയുമായി AV കുട്ടിമാളു അമ്മ പങ്കെടുത്ത സമരമാണ് സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനം. ഗാന്ധിജി നട്ടതിനാൽ ഗാന്ധിമാവ് എന്നറിയപ്പെടുന്ന മരമുള്ള സ്ഥലം? ഗാന്ധിജി നട്ടതിനാൽ ഗാന്ധിമാവ് എന്നറിയപ്പെടുന്ന മരമുള്ള സ്ഥലം? പയ്യന്നൂർ. ബാലാകലേശ നിരൂപണം രചിച്ചത്? ബാലാകലേശ നിരൂപണം K രാമകൃഷ്ണപിള്ള. ബാലാകലേശ നിരൂപണം രചിച്ചത് K രാമകൃഷ്ണപിള്ള. ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് C കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് C കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. ഏത് പ്രസിദ്ധീകരണത്തിലാണ് കൗമുദിയുടെ ത്യാഗം എന്ന ശീർഷകത്തിൽ ഗാന്ധിജി ലേഖനം എഴുതിയത്? ഹരിജൻ. ഹരിജൻ പ്രസിദ്ധീകരണത്തിലാണ് കൗമുദിയുടെ ത്യാഗം എന്ന ശീർഷകത്തിൽ ഗാന്ധിജി ലേഖനം എഴുതിയത്. അരയ സ്ത്രീ ജനമാസിക തുടങ്ങിയത്? അരയ സ്ത്രീ ജനമാസിക തുടങ്ങിയത് വേലുക്കുട്ടി അരയൻ. ഓർക്കണം, അരയ സ്ത്രീ ജനമാസിക തുടങ്ങിയത് വേലുക്കുട്ടി അരയൻ. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാ ജാതിക്കാർക്കുമായി തുറന്നുകൊടുത്ത വർഷം? 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും, ഓർക്കുക, എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാ ജാതിക്കാർക്കുമായി തുറന്നുകൊടുത്ത വർഷം 1928. മലപ്പുറം ജില്ല രൂപവത്കരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ രൂപവത്കരിക്കുകയാണ് എന്ന് പറഞ്ഞത്? K കേളപ്പൻ. മലപ്പുറം ജില്ല രൂപവത്കരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ രൂപവത്കരിക്കുകയാണെന്ന് പറഞ്ഞത് K കേളപ്പനാണ്.
മലബാറിൽ 1947 ജൂൺ 12 ക്ഷേത്രപ്രവേശനം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച മദ്രാസ് മുഖ്യമന്ത്രി. ടി പ്രകാശം. മലബാറിൽ 1947 ജൂൺ 12 ക്ഷേത്രപ്രവേശനം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച മദ്രാസ് മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം. മാരാമൺ പള്ളിയിലെ മുത്തപ്പന്റെ ചാത്തം എന്ന പൂജാ സമ്പ്രദായം അവസാനിപ്പിച്ചത്. എബ്രഹാം മാൽപ്പൻ. മാരാമൺ പള്ളിയിലെ മുത്തപ്പന്റെ ചാത്തം എന്ന പൂജാ സമ്പ്രദായം അവസാനിപ്പിച്ചത് എബ്രഹാം മാൽപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി. ചിറ്റേടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് ചിറ്റേടത്ത് ശങ്കുപിള്ള. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ. രാഷ്ട്രപിതാവ് എന്ന പുസ്തകം രചിച്ചത് കെ പി കേശവമേനോൻ. രാഷ്ട്രപിതാവ് എന്ന പുസ്തകം രചിച്ചത് കെ പി കേശവമേനോൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമിതി അധ്യക്ഷൻ ടി കെ മാധവനായിരുന്നു. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നയിക്കും എന്ന വിവാദ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി കേശവൻ. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന വിവാദ പ്രസ്താവന സി കേശവനുമായി ബന്ധപ്പെട്ടതാണ്. 1952 ഏത് മണ്ഡലത്തിൽ നിന്നാണ് കെ കേളപ്പൻ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? പൊന്നാനിയിൽ നിന്ന്. 1942 ഏത് മണ്ഡലത്തിൽ നിന്നാണ് കെ കേളപ്പൻ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? പൊന്നാനിയിൽ നിന്ന്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് KPCC രൂപം നൽകിയ അസ്പൃശ്യത നിർമ്മാർജ്ജന സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് KPCC രൂപം നൽകിയ അസ്പൃശ്യത നിർമ്മാർജ്ജന സമിതിയുടെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. ആരുടെ ജന്മഭവനമാണ് പൂന്ത്രോൺ വീട്? വക്കം മൗലവിയുടെ. ആരുടെ ജന്മഭവനമാണ് പൂന്ത്രോൺ വീട്? വക്കം മൗലവിയുടെ ജന്മഭവനമാണ് പൂന്ത്രോൺ വീട്. വൈക്കം സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതി എന്ന നിലപാട് എടുത്ത നേതാവ് ആരാണ്? മഹാത്മാഗാന്ധി. വൈക്കം സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതി എന്ന നിലപാട് എടുത്ത നേതാവാണ് മഹാത്മാഗാന്ധി. ഹരിജനങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന സ്വാമി എന്നറിയപ്പെട്ടത്? ആനന്ദതീർത്ഥൻ. ഹരിജനങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന സ്വാമി എന്നറിയപ്പെട്ടത് ആനന്ദതീർത്ഥനാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പോലും ദോഷമുള്ളോർ, തമ്മിലുണ്ണാത്തോർ, കെട്ടില്ലാത്തോർ, അങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോ മരങ്ങൾ ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പോലും ദോഷമുള്ളോർ, തമ്മിലുണ്ണാത്തോർ, കെട്ടില്ലാത്തോർ, അങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഇത് കുമാരനാശാന്റെ വരികളാണ്. 1907 വിദ്യാർത്ഥി എന്ന മാസിക ആരംഭിച്ചത്? കെ രാമകൃഷ്ണപിള്ള. 1907 വിദ്യാർത്ഥി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? കെ രാമകൃഷ്ണപിള്ള. കേരള പത്രപ്രവർത്തന രംഗത്ത് പ്രസിദ്ധനായ കെ ബാലകൃഷ്ണൻ ആരുടെ മകനാണ്? സി കേശവന്റെ. കേരള പത്രപ്രവർത്തന രംഗത്ത് പ്രസിദ്ധനായ കെ ബാലകൃഷ്ണൻ സി കേശവന്റെ മകനായിരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.